ഹേസലാണോ അത്? കല്യാണം കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഹേസലിനെ വാങ്ങുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞു, അത് തന്നെ വലിയൊരു ഷിഫ്റ്റാണ് ജീവിതത്തിലെ. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ കൂടെ അല്ല, നിതിൻ്റെ പേരൻസിൻ്റെ കൂടെ അല്ല, ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ന്യൂ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം ഹേസൽ വന്നപ്പോൾ ആദ്യം കുറച്ച് അൺസർട്ടനിറ്റി ഉണ്ട്. എന്നിട്ട് ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, കാര്യം അവൻ അഡ്ജസ്റ്റഡായി വരണം. ഞങ്ങൾക്ക് തന്നെ അതൊരു പുതിയ സ്പേസാണ്, ഹേസലിന് അതൊരു പുതിയ സ്പേസാണ്. അപ്പം എനിക്കും കൺസേൺസ് ഉണ്ടായിരുന്നു, കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് പേർഷ്യൻ ക്യാറ്റ്സിനെ വളർത്തിയിട്ടേ ഇല്ല. പക്ഷേ ടു മൈ സർപ്രൈസ് ഹേസൽ വാസ് വെരി അഡാപ്റ്റിംഗ്. വന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി. ഫസ്റ്റ് വന്ന ദിവസം ഇപ്പം ഞങ്ങളെ ബെഡിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ കബോർഡ് കൊടുത്തൊരു സ്പേസ് ഉണ്ട്. ഇവൻ രാത്രി അവിടെ വന്ന് ഇങ്ങനെ എല്ലാം കൂടി ഇത്രയേ ഉള്ളൂ, ഒരു നമ്മളൊരു കൈക്കകത്ത് കൊള്ളുന്ന അത്ര സ്ഥലം. അപ്പോൾ അവിടെ വന്ന് അവൻ ഇങ്ങനെ ഇരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജാണ്. അതെനിക്ക് എല്ലാ വെച്ചാൽ ആദ്യമില്ല. അവന് ആ സമയത്തേക്ക് ഇവിടെ കുറച്ച് വൈറ്റ് ഹെയർസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ മൊത്തത്തിലൊരു ഒരു വേറൊരു ടെക്സ്ചറായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവന് ഭയങ്കര ക്യൂട്ടായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതെനിക്ക് എപ്പോഴും ഭയങ്കര മെമ്മറബിൾ സാധനമാണ്. അവൻ തന്നെ സ്വന്തമായിട്ട് വന്ന് ആ സ്പേസ് കണ്ടുപിടിച്ച് ആ സ്പേസിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത്, അതായത് ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറം ജാനവി കിടക്കുന്നത്, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ കബോർഡ്. അപ്പം ഞങ്ങളോട് ചേർന്ന് തന്നെ അവൻ ആ സ്പേസ് കണ്ടുപിടിച്ച് അവിടെ ഏകദേശം ഒരു 6 മാസത്തോളം അവൻ്റെ എല്ലാ ദിവസത്തെ രാത്രി അവൻ ഉറങ്ങുന്ന അവിടെയായിരുന്നു. ഇതാണെങ്കിലും കൊള്ളാമോ? ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഹേസൽ. അപ്പം നമ്മൾ വിളിച്ചാൽ അപ്പോൾ വരും, കൊടുക്കുന്ന ഫുഡ് മൊത്തം കഴിക്കും. അവന് വേണം എന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര പേഷ്യൻ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടി. എനിക്ക് വീട്ടിൽ പണ്ടേ പൂച്ചയുണ്ട്, നിത്തിന് പണ്ടേ പൂച്ചയുണ്ട്. അപ്പോൾ വി ആർ നോട്ട് ഷുവർ, കാര്യം റെൻറ്റൽ ഹൗസാണ്, താഴെയുള്ള ഹൗസ് ഓണറിനത് ഓക്കെ ആയിരിക്കുമോ. അപ്പോൾ അവർക്കൊരു പെറ്റ് ഡോഗ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് കുറേ ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, ലെറ്റ്സ് ഗെറ്റ് എ ക്യാറ്റ് എന്ന് പറഞ്ഞു. അപ്പം നിത്തിനും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം നാടൻ പൂച്ച വളർത്തി ശീലമുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞു അങ്ങനത്തെ പൂച്ച നമുക്ക് വേണ്ട. ബിക്കോസ് അവരുടെ പ്രശ്നം, അവർക്ക് ഒരുപാട് സ്പേസ് വേണം, അവർക്ക് ഓടി നടക്കണം, വേറെ വീട്ടിൽ പോകണം, അവിടെ അതിനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കും വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു പൂച്ച വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വി എൻഡഡ് അപ്പ് ഗെറ്റിംഗ് എ പേർഷ്യൻ ക്യാറ്റ്. വാട്സാപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു, ലുക്കിംഗ് ഫോർ എ ക്യാറ്റ് എന്നുള്ള രീതിയിൽ. ഉച്ചയ്ക്ക് സ്റ്റോറി ഇടുന്നു, വൈകുന്നേരം ആളെ കയ്യിൽ കിട്ടുന്നു. അത്ര എളുപ്പമായിരുന്നു പ്രോസസ്സ്. അങ്ങനെയാണ് ഹേസൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മുമ്പും ഒത്തിരി പൂച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ വി യൂസ് ടു, ഞാനാണ് പേരിടുന്നത്. അപ്പോൾ ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്, കാർൽ മാർക്സിൻ്റെ തിയറി എന്നൊക്കെ. കാര്യം അത് ഞാൻ പഠിക്കുന്ന സമയമായിരുന്നുണ്ട്. അപ്പോൾ ഇവന് എന്ത് പേരിടണം എന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റ്സ് ഡു വൺ തിങ്. ചെറുതായി കുറച്ചൊരു ഇൻഫ്ലുവൻസിങ് കണ്ടൻറ് ക്രിയേഷനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ടു മൈ ഫോളോവേഴ്സ്, അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഒരു ബോയ് ക്യാറ്റിന് വേണ്ട കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിൽ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ഒത്തിരി പേര്. അപ്പം ഞാൻ പറഞ്ഞു ബ്ലാക്ക് ക്യാറ്റാന്ന് പറഞ്ഞില്ല, ഇങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒത്തിരി പേര് വന്നു. അപ്പം അതിലിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റിവ്യൂ ചെയ്ത് അവസാനം ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത പേരാണ് ഹേസൽ. അങ്ങനെ ഹേസൽ അത്യാവശ്യം പോപ്പുലറാണ്. ആൻഡ് ഹേസലിന് കുറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അത് ഫോളോ ചെയ്യുന്നത് എന്നെ പോലും ഫോളോ ചെയ്യുന്നില്ലാത്ത ഒരുപാട് പേര് ഹേസലിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹേസലിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളുണ്ട്, ഹേസലിന് സുഖാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് കേൾക്കുമ്പോൾ വി ആർ ഓൾസോ ഹാപ്പി. അതായത് നമ്മുടെ കുഞ്ഞിനെ അന്വേഷിക്കുന്ന പോലെ അവരന്വേഷിക്കുന്നത് ഹേസലിനെ കുറിച്ചാണ്. ഇപ്പോൾ ഹേസൽ വന്നതിന് ശേഷം ഞാൻ 24/7 ഹേസലിൻ്റെ കൂടെയാണ്. അതായത് ഇപ്പോൾ ചില സമയങ്ങളിൽ ഹേസൽ ഇപ്പം ചില സമയത്ത് അവൻ ഈ ആങ്സൈറ്റി ആയി കയറുന്ന സമയത്ത് ഏതെങ്കിലും മുറിയിലൊക്കെ പോയി മൂത്രം ഒഴിക്കും. ശരിക്കും നമുക്കൊരു ഹ്യൂമൻ ചൈൽഡ് ഇല്ലാന്നേ ഉള്ളൂ. ശരിക്കും ഞങ്ങളുടെ ഒരു ബേബിയാണ് ഹേസൽ. അപ്പോൾ ഹേസൽ വരുന്നതിന് മുമ്പുള്ള ഒരു മന്ത് ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഞങ്ങൾ തോന്നുന്ന സമയത്ത് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ ടെൻഷൻ വരും, അയ്യോ ഹേസൽ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, ഹേസലിന് വിശക്കും, ഹേസലിന് ഉറക്കം വരും, ഹേസൽ ഒറ്റയ്ക്കായി പോവുമല്ലോ. പിന്നെ ഞങ്ങളുടെ ലൈഫ് വാസ് റിവോൾവിങ് അറൗണ്ട് ഹേസൽ. ഞങ്ങൾ രണ്ടുപേരും വരണം എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ അങ്കിള് താഴെ നിൽക്കത്തില്ല, ഞങ്ങൾ വരട്ടെ. ഇപ്പോൾ ഹേസൽ വരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിലും അങ്കിള് റോഡിൽ വെയിറ്റ് ചെയ്യും. അതായത് ഇവനെ നമ്മൾ വന്ന ഉടനെ കാറ് തുറന്ന് അങ്കിള് ഹേസലിനെ എടുത്തിട്ട് പോകും.
ഞങ്ങൾ പിന്നെ പിറകെ. അപ്പം ശരിക്കും ഒരു ബേബി ബോയ്, അതായത് എല്ലാവരുടെയും ഈ എല്ലാ വീട്ടിലും ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഒരു കുഞ്ഞാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ എടുത്ത സ്ഥലത്ത് ഒത്തിരി പൂച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പൂച്ചകളൊക്കെ ഭയങ്കര സൈലൻറ്റ്, ഇവൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഓടി നടന്ന എല്ലാ പൂച്ചകളുടെ കൂടെയും ഡോഗ്സിൻ്റെ കൂടെയും കളിക്കുന്നു. നാച്ചുറലി നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുന്ന ക്യാരറ്റും പംകിനും ചിക്കനും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, അത് ഡോക്ടർ തന്നെ പറഞ്ഞതാണ്, മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് വെള്ളം അപ്പോൾ കുടിക്കാൻ കൊടുക്കും. അവനത് കുടിക്കാൻ ഇഷ്ടമാണ് ആ വെള്ളം, അതപ്പോൾ തന്നെ കൊടുക്കും. പിന്നെ അതിനെ ഞാൻ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെച്ച് ഒരു 1 വീക്കിനുള്ളിൽ അത് കുറച്ച് കൊടുക്കും. അതും കഴിക്കാൻ ആൾ ഓക്കെയാണ്. തിരുവനന്തപുരത്ത് അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഡ്രൈവൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. പക്ഷേ ഇവന് ഇഷ്ടമാണ് നമ്മളെ ബാക്കിലത്തെ ആ പോർഷനിൽ കിടന്ന് കാഴ്ചയെ കാണാൻ ഇഷ്ടമാണ്. ഇപ്പം ഇവൻ നമ്മളെ കൂടെ നിൽക്കുകയായിരിക്കും. നമ്മൾ ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അവൻ അപ്പം അവിടെ നിന്ന് വിളിക്കും, ഭയങ്കരമായിട്ട് അലമുറയിട്ട് നിലവിളിക്കും. അപ്പോൾ നമ്മളിങ്ങോട്ട് ഹൈസലേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടി വരും. അപ്പോൾ അവൻ ഓക്കെയാണ്. പക്ഷെ അവന് ഒരു 2 മിനിറ്റ് പോലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആരും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും കുട്ടികളെ പോലെയാണ്. കുട്ടികൾക്കൊരു 1 ഇയർ 2 ഇയർ കഴിയുമ്പോൾ ഒന്ന് ഡെവലപ്മെൻറ്റ് തുടങ്ങുന്ന പ്രായമാകുമ്പോൾ കുട്ടികൾ ഭയങ്കര അറ്റൻഷൻ പ്രശ്നമുള്ള ആളുകളാണ്. സെയിം ആണ്. ആദ്യമൊന്നും എനിക്കൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തൊന്നും ഇത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. 2 മിനിറ്റ് അവൻ്റെ ഒരു വിസിനിറ്റിയിൽ ആളെ കണ്ടില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആകെ ബഹളമായി, പ്രശ്നമായി, കരച്ചിലായി. പണ്ടത്തെ സ്ഥിരം വേക്കപ്പ് അലാറമായിരുന്നു. അതായത് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വന്ന് ബെഡ് വെച്ചാൽ മിക്കവാറും ഞാൻ റൂം അടയ്ക്കത്തില്ല, കാരണം ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകണം എന്നുള്ളത് റൂം അടയ്ക്കത്തില്ല. വന്നിട്ട് നേരെ ബെഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി ബാക്കി വന്നിട്ട് ഇങ്ങനെ തലയുടെ പറയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ എഴുന്നേക്കുന്നവരും തട്ടും. എന്നിട്ട് നമ്മൾ എഴുന്നേൽപ്പിച്ച് നമ്മൾ ചെന്ന് അവന് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ്. നിതിൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഹേസലിന് ആങ്സൈറ്റി വരും. അപ്പം ഞാനിങ്ങനെ കുറേ നേരം അവൻ ഡോറിനോടൊപ്പം ഞാൻ പറഞ്ഞു, ഡാഡി ഇപ്പോൾ വരത്തില്ല, നീ വാന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ പോയാൽ അവൻ നല്ല കുട്ടിയായിട്ട് വന്ന് എൻ്റെ കൂടെ ബെഡിൻ്റെ സൈഡിലിരിക്കും. ആക്ച്വലി ഇപ്പോഴത്തെ സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ അവൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്, അവൻ ഇവിടെയാണ്. ഈ വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഓഫ് എയർ എന്ന് പറയുന്നത് ആക്ച്വലി ഇവൻ്റെ പ്രസൻസ് ആണ്. ആക്ച്വലി മിക്കവാറും ഞാൻ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇവൻ അവിടെ ഉണ്ട്, ഇവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ മൊമെൻറ്റിൽ നമ്മളില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലോ. മറ്റേത് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളുണ്ട്. കാരണം അവൻ്റെ ഒരു പ്രൈം സമയമാണെന്ന് വെച്ചാൽ അവൻ ഇപ്പം നമ്മൾ പൂച്ചകളുടെ വയസ്സ് കൂട്ടുക ഡിഫറെൻ്റ്ലി ആണല്ലോ. ഇപ്പം അവൻ 1 വയസ്സ് കഴിഞ്ഞു, ശരിക്കും നമ്മളുടെ ടീനേജ് പ്രായമാണ് ഇപ്പോൾ അവന്. അപ്പോൾ അവൻ ചെയ്യുന്ന വികൃതികളും മറ്റു സാധനമൊക്കെ മിക്കവാറും അമ്മ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു തരാം. മിക്കവാറും എനിക്കൊരു ഡെയിലി ഒരു 5-6 വീഡിയോ പലതായിട്ട് കിട്ടാറുണ്ട്.